വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16 അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്ന് നമ്മുടെ ചിന്താവിഷയം. കള്ളനായ കാര്യസ്ഥൻ്റെ ഉപമയാണ് നാം ഇവിടെ വായിക്കുക. ഈ ലോകത്തിലെ മക്കൾ തങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ വിവേകത്തോടെ ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. കാര്യസ്ഥൻ തൻ്റെ ജോലി നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിനുശേഷം ജീവിക്കുവാനുള്ള ഉപജീവന മാർഗം കണ്ടെത്തി. ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി നാം കാണിക്കുന്ന അമിത താല്പര്യത്തിൻ്റെ ഒരംശം പോലും ദൈവകാര്യങ്ങളിൽ ഞാനും നിങ്ങളും കാണിക്കുന്നില്ല എന്നതാണ് സത്യം. ഇത് എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിലെ വലിയൊരു വീഴ്ചയാണ്. പാപകരമായ ജീവിതം നാം നയിക്കുമ്പോൾ താൽക്കാലികമായ നേട്ടങ്ങൾക്കായി നാം പലതും ചെയ്യുന്നു. എന്നാൽ നിത്യജീവനെക്കുറിച്ചുള്ള ചിന്ത നമ്മിൽ ആർക്കും തന്നെ ഇല്ല. ഈ ഉപമ നമ്മെ ചിന്തിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ മുൻഗണനകളെക്കുറിച്ചാണ്. തിന്മയുടെ ശക്തികൾ ഈ ലോകത്തിൽ അനുദിനം ഓരോ നിമിഷവും പ്രബലപ്പെടുന്നു. എന്നാൽ നാം അതിനെതിരെ ജാഗരൂകരായിരിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി നാം തയ്യാറായിരിക്കണം. സഹോദരങ്ങളെ, ഈ ഉപമ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സമയം പാഴാക്കരുത്, സമയം വിലപ്പെട്ടത് ആണ് എന്ന്. മരണവും അതിനുശേഷമുള്ള ന്യായവിധിയും എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും ഇപ്പോൾ തന്നെയും ഉണ്ടാകാം. ഈ തിരിച്ചറിവ് നമ്മിൽ ഭയവും ഭക്തിയും നിറയ്ക്കണം. പാപത്തിൽ നിന്ന് അകന്ന് ദൈവത്തിലേക്ക് അടുക്കാൻ ഈ വചനം നമ്മെ പ്രേരിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ അനന്തമായ കരുണയിലും സ്നേഹത്തിലും നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കാം. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ അവകാശികളാകാൻ നമുക്ക് ശ്രമിക്കാം. സഹോദരങ്ങളെ, തിരിച്ചറിയാം, തിരുത്താം, മടങ്ങി വരാം ഇന്ന് തന്നെ നമ്മളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കലേക്ക്.